തൂലിക ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഭരണഘടനാ പരിഷ്കരണത്തിന് ജനറൽ കൗൺസിൽ കൂടുന്നു. നവംബർ 11 കുബരാട്. ഇറാനിൽ സഭകൾ വർദ്ധിക്കുന്നു. 6 മാസം കൊണ്ട് ഇന്ത്യയിൽ 308 വർഗീയ സംഘർഷങ്ങൾ. കർണാടക മലയാളം റീജിയൻ കൺവെൻഷൻ സമാപിച്ചു. വാർത്തയ്ക്ക് വിശദമായി. IPCയിൽ സമൂല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഭരണഘടനാ ഭേദഗതിക്കുള്ള കരട് പ്രസിദ്ധീകരിച്ചു. നവംബർ 11 നടക്കുന്ന ജനറൽ കൗൺസിലിന്റെ അംഗീകാരത്തിന് ശേഷം 60 ദിവസത്തെ നോട്ടീസ് നൽകി ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കും. ജനുവരി 13 ഹെബ്രോൺ പുരത്ത് ജനറൽ ബോഡി നടത്തുവാനാണ് കൗൺസിൽ തീരുമാനം. ഭരണ കാലയളവ് 5 വർഷമാക്കുക, പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കുക, ഭാരവാഹികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കും ചീഫ് പാസ്റ്റർ, ജനറൽ മിഷണറി, ജനറൽ പാസ്റ്റർ, സീനിയർ പാസ്റ്റർ എന്നീ പുതിയ തസ്തികകളുടെ രൂപവൽക്കരണവും പുതിയ നിർദ്ദേശങ്ങളാണ്. രാജ്യാന്തര തലത്തിൽ സഭയുടെ പേര് ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗാഡ് എന്നാക്കാൻ നിർദ്ദേശമുണ്ട്. സെന്ററിലെ ഭൂരിപക്ഷം സഭകൾ ആവശ്യപ്പെട്ടാൽ 15 വർഷത്തിന് ശേഷം സെന്റർ പാസ്റ്റർമാരെ സ്ഥലം മാറ്റണം. ലോക്കൽ പാസ്റ്റർമാരുടെ ശുശ്രൂഷ കാലാവധി 3 വർഷമാക്കി നിർബന്ധമാക്കും. ജനറൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരും പാസ്റ്റർമാരിൽ നിന്നുള്ള ജോയിന്റ് സെക്രട്ടറിയും കേരളത്തിൽ നിന്നാകും. പുതിയ 3 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ ആന്ധ്രയിൽ നിന്നും, ഒരാൾ വടക്കേ അമേരിക്കയിൽ നിന്നും, മൂന്നാമത്തെയാൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനത്തു നിന്നുമാകും. പാസ്റ്റർമാരിൽ ഒരു ജോയിന്റ് സെക്രട്ടറി ഗൾഫിൽ നിന്നും, ഒരാൾ യൂറോപ്പ്, ആസ്ട്രേലിയ റീജിയനിൽ നിന്നും ഓരോ ടേം മാറി വരും. സഹോദരന്മാരിലെ ഒരു ജോയിന്റ് സെക്രട്ടറിയെ എക്സിക്യൂട്ടീവിൽ പ്രാതിനിധ്യമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കും. ജനറൽ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും വർഷത്തിൽ 50 ദിവസവും, ജനറൽ ട്രഷറർ ആഴ്ചയിൽ 1 ദിവസം ഉൾപ്പെടെ 100 ദിവസവും, സ്റ്റേറ്റ് റീജിയൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വർഷത്തിൽ 180 ദിവസവും ഓഫീസുകളിൽ ഉണ്ടായിരിക്കണം. ഹാജറിനായി പഞ്ചിങ് യന്ത്രവും രജിസ്റ്ററും ഉപയോഗിക്കുന്നതാണ്. ജനറൽ കൗൺസിലിൽ പരമാവധി 3 പേർക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാനാകും. ജനറലിൽ മത്സരിക്കുന്നവർ 1 ടേമെങ്കിലും സ്റ്റേറ്റ് റീജിയൻ എക്സിക്യൂട്ടീവ് സേവനം ചെയ്തിരിക്കണം. 2 കൗൺസിലുകളിലും ഒരേ സമയം എക്സിക്യൂട്ടീവ് ആകുവാൻ പാടില്ല. ജനറൽ പ്രസിഡന്റായി സേവനം പൂർത്തിയാകുന്നവർക്ക് സഭയുടെ മറ്റ് സ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പാൻ കഴിയുന്നതല്ല. ഇവർ സേവനം മതിയാക്കിയാൽ ചീഫ് പാസ്റ്റർ സ്ഥാനം നൽകി ആദരിക്കും. ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും സേവനം അവസാനിപ്പിച്ചാൽ ജനറൽ മിഷണറിയാകും. ഇവർ ജനറൽ പ്രസ്ബിറ്ററികളും അംഗങ്ങളാകും. അയൽ രാജ്യങ്ങളായ ഇറാഖും സിറിയയും ക്രിസ്ത്യാനികൾക്ക് ശവപ്പറമ്പാകുമ്പോൾ ഇറാനിലെ ക്രൈസ്തവ ജനസംഖ്യ അഭൂതപൂർവമായ വളർച്ചയിലേക്ക് കുതിക്കുന്നു. സുവിശേഷ വിഹിത സഭകളുടെ വളർച്ച 20% മുന്നേറുന്നത്. ഏകദേശം 10 ലക്ഷം ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഇറാനിൽ ഉണ്ടെന്ന് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഏലാം മിനിസ്ട്രീസ് പുറത്തിറക്കിയ ബൈബിളിന്റെ ആധുനിക പേർഷ്യൻ ഭാഷയിലുള്ള പരിഭാഷ പുറത്തിറക്കിയ വേളയിലാണ് ഈ പ്രസ്തുത വിവരം പുറത്താക്കപ്പെട്ടത്. ഭീകരതയുടെ വാർത്തകളാണ് കുറെ നാളുകളായി ഇറാന് ചുറ്റും ഉള്ള രാജ്യങ്ങളിൽ നിന്ന് ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആധുനിക ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്രൂരമായ ആക്രമണങ്ങളുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ എതിർക്കുന്നവരെയും നിരപരാധികളെയും കണ്ണിൽ ചോരയില്ലാതെ കൊന്നു തള്ളുമ്പോൾ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ ഏറെ പേരും കഴുത്തറുത്തും ക്രൂശിക്കപ്പെട്ടും വെടിയേറ്റും വധിക്കപ്പെട്ടു. ശേഷമുള്ളവർ വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു. ചർച്ച് ഓഫ് ഗോഡിന്റെ ഏഷ്യൻ സൂപ്രണ്ടായി റവറന്റ് ബിഷപ്പ് കെൻ ആൻഡേഴ്സൺ നിയമിതനായി. ഒർലാൻഡോയിൽ നടന്ന സഭയുടെ ജനറൽ അസംബ്ലിയിലായിരുന്നു ഈ തീരുമാനമെടുത്തത്. കഴിഞ്ഞ 6 വർഷമായി ഏഷ്യ പസഫിക് ഫീൽഡ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഏറെ വർഷങ്ങളായി ഏഷ്യൻ സൂപ്രണ്ട് എന്ന പദവി നിലവില്ലായിരുന്നു. ഇതിനു പകരം ഫീൽഡ് ഡയറക്ടർ എന്ന പേരിലായിരുന്നു ഈ സ്ഥാനം അറിയപ്പെട്ടിരുന്നത്. ചൈനയിൽ 1 മാസത്തിലേറെയായി അന്യായമായി തടങ്കൽ പാർപ്പിച്ചിരുന്ന 12 ക്രൈസ്തവർക്ക് ജാമ്യം ലഭിച്ചു. ഹൂനാൻ പ്രവിശ്യയിലെ രഹസ്യ സഭയിൽ ആരാധന നടത്തിവന്ന ഇവരെ സുരക്ഷാ പോലീസ് രാജ്യദ്രോഹം കുറ്റം ചുമത്തി ആഗസ്റ്റ് 7 അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്നു. ഇവർക്ക് സ്വന്തം പേരിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പെന്തക്കോസ്ത് യുവജന സംഘടനയുടെ 67ാമത് ജനറൽ ക്യാമ്പ് ഡിസംബർ 21 മുതൽ 24 വരെ കൊട്ടാരക്കര തിയോളജിക്കൽ സെമിനാരിൽ വെച്ച് നടക്കും. PYP സംസ്ഥാന പ്രസിഡന്റ് സുവിശേഷൻ വിൽസൺ സാമുവൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. വിവിധ സെക്ഷനുകളിൽ ദേവദാസന്മാരായ M. പൗലോസ് രാമേശ്വരം, ഫിലിപ്പ് ചെറിയാൻ, KC ജോൺ, സാം ജോർജ്, ജേക്കബ് ജോർജ്, ബാബു ചെറിയാൻ, വിൽസൺ ജോസഫ്, ജോൺസൺ ഡാനിയൽ, B. മോനച്ചൻ, GG വർഗീസ്, കുഞ്ഞപ്പൻ വർഗീസ്, ഡോക്ടർ JC ജെയ്സൺ, ജോസ് കെ എബ്രഹാം, ബ്രദർ വർക്കി കാച്ചാടത്ത് തുടങ്ങിയവർ ശുശ്രൂഷിക്കും. മിഷൻ ചാലഞ്ച്, ബൈബിൾ ക്ലാസ്, കൗൺസിലിംഗ്, കാത്തിരിപ്പ് യോഗങ്ങൾ, സുവിശേഷ റാലി തുടങ്ങിയ പ്രോഗ്രാമുകൾ ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 1000 പേർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാകുകയുള്ളെന്ന് സംസ്ഥാന സെക്രട്ടറി സാബു ചാപ്രത്ത് അറിയിച്ചു. സംസ്ഥാന ഭാരവാഹികളെ കൂടാതെ ക്യാമ്പിന്റെ ജനറൽ കൺവീനറായി പാസ്റ്റർ വർഗീസ് മത്തായി, ബ്രദർ ഡി അലക്സാണ്ടർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഈ വർഷം ജൂൺ വരെ ഇന്ത്യയിൽ 308 വർഗീയ സംഘർഷങ്ങൾ നടന്നതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 3 വർഷങ്ങളായി വർഗീയ സംഘർഷങ്ങൾക്ക് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉത്തർപ്രദേശിൽ 56 സംഘർഷങ്ങൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്ര 51, കർണാടക 44, രാജസ്ഥാൻ 32, ബീഹാർ 26, ഗുജറാത്ത് 26 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കണക്ക്. രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി മതത്തെയും വർഗീയ വികാരങ്ങളെയും പിന്നിൽ നിന്ന് ആളിക്കത്തിക്കുമ്പോഴാണ് പല കലാപങ്ങളും ഉണ്ടാകുന്നത്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചുകളുടെ പൊതുസഭാ മണ്ഡലം ജനറൽ സെക്രട്ടറിയായി പാസ്റ്റർ ബോസ് എം കുരുവിളയെയും ജോയിന്റ് സെക്രട്ടറിയായി സി ജോൺസനെയും തിരഞ്ഞെടുത്തു. സഭാ ജനറൽ പ്രസിഡന്റ് ഡോക്ടർ ടി ജി കൊച്ചിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സഭാ പ്രതിനിധികളുടെ സമ്മേളനത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ചർച്ച് ഓഫ് ഗാഡ് ഇൻ ഇന്ത്യ കർണാടക സ്റ്റേറ്റ് മലയാളം റീജിയൻ ജനറൽ കൺവെൻഷൻ ഒക്ടോബർ 24 മുതൽ 26 വരെ ലിംഗരാജപുരം ഇന്ത്യ ക്യാമ്പസ് ക്രൂസൈഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മിഷൻ അഡ്മിനിസ്ട്രേറ്റർ പാസ്റ്റർ എം കുഞ്ഞപ്പി ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർമാരായ പ്രതാപ് സിംഗ്, പി ജെ ജെയിംസ്, പി ആർ ബേബി, എബി ജോർജ്, ഷിബു തോമസ്, കെ ജെ മാത്യു, ടോമി ജോസഫ് എന്നിവർ വചനഘോഷണം നടത്തി. പ്രമാണമാകുന്ന തൂക്കുകെട്ടയുടെ മുമ്പിൽ തോറ്റ ഈ ജനം ಪ್ರಮಾಣವಾಗಿರುವಂತಹ ತೂಕುಪಾತ್ರೆ ನೋಡುವಾಗ ജീവിതത്തിൽ പഴുപ്പ് പിടിച്ചിരിക്കുന്നു. ಜೀವಿತದಲ್ಲಿ ಅನೇಕ ತಪ್ಪುಗಳು ಕಂಡು ಬರುವಂತದ್ದಾಗಿದೆ. അവർക്ക് പഴുപ്പ് പിടിച്ചിരിക്കുന്നു. ಅವರಿಗೆ ಹುಣ್ಣು ಬಂದಿದೆ. അവരുടെ ജീവിതത്തിൽ അശുദ്ധി കടന്നിരിക്കുന്നു. ಅವರ ಜೀವಿತದಲ್ಲಿ ಅಶುದ್ಧಿ ನಾವು ನೋಡ್ತಾ ಇದ್ದೇವೆ. 9ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9ನೇ ಅಧ್ಯಾಯಕ್ಕೆ ನಾವು ಬರುವಾಗ യാഗപീഠത്തിന് മുകളിൽ യഹോവ നിൽക്കുന്നു. ಯೆಹೋವನು ನಿಲ್ಲುವಂತದನ್ನು ನಾವು ನೋಡ್ತಾ ಇದ್ದೇವೆ. പ്രമാണത്തിൽ തെറ്റിയ ജനം, ಪ್ರಮಾಣದಲ್ಲಿ ತಪ್ಪಿ ಹೋದಂತಹ ಜನಗಳು, പഴുപ്പ് പിടിച്ച ജനം, ಅವರು ತಪ್ಪಿ ಹೋದಂತಹ ಜನಗಳು, ജീവിതത്തിൽ പഴുപ്പ് പിടിച്ച ജനം, ಜೀವಿತದಲ್ಲಿ ಹುಣ್ಣು ಬಂದಿರುವಂತಹ ಜನಗಳು ആരാധനയിൽ തെറ്റി ಅವರು ಅವರ ಜೀವಿತದಲ್ಲಿ ತಪ್ಪಿ ಹೋಗಿದ್ದಾರೆ. യാഗപീഠത്തിൽ യാഗവസ്തു ഇല്ല. ಅವರು ಅವರ ಇದರಲ್ಲಿ ತಪ್ಪಿ ಹೋಗಿದ್ದಾರೆ. യാഗപീഠം ശൂന്യമായിരിക്കുന്നു. ಯಾಗಪೀಠವು ಶೂನ್ಯವಾಗಿದೆ. പറഞ്ഞു കിടക്കുന്നതായ ട്രഷേഴ്സ്, ಕೆಲವು ಮರೆಯಾಗಿರುವಂತ ನಿಧಿ ನಿಕ್ಷೇಪಗಳು, അന്ധകാരത്തിലുള്ളതായ ട്രഷേഴ്സ്, ಕತ್ತಲೆಯಲ್ಲಿ ಬಚ್ಚಿಟ್ಟಿರುವಂತ ನಿಧಿಗಳು നീ ട്രൈ ചെയ്തിട്ടുണ്ട്, കാണുവാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ನಿನಗೆ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇದೆ. അത് എങ്ങനെയെങ്കിലും പ്രാപിക്കണമെന്നുള്ളതായി ട്രൈ ചെയ്തിട്ടുണ്ട്. ಅದನ್ನು ಹೇಗಾದ್ರೂ ಪಡೆಯಬೇಕೆಂಬುದಾಗಿ ಪ್ರಯತ್ನ ಮಾಡಿ ಆಯಿತು. ഇതുവരെ നിനക്ക് കിട്ടിയിട്ടില്ല. ಆದರೆ ಇಷ್ಟರವರೆಗೆ ಅದನ್ನು ಸಾಧ್ಯವಾಗಲಿಲ್ಲ, ഇതുവരെ കണ്ടിട്ടില്ല, ಇಷ್ಟರವರೆಗೆ ಕಾಣಲಿಲ್ಲ. കാരണം എന്താ? ಯಾರ ಮುಂದೆ? താമ്ര കതകുകളുണ്ട്. ತಾಮ್ರ ಕದಗಳು ಯಾರ ಮುಂದೆ ಇದೆ? ഇരുമ്പ് കൊണ്ടുള്ളതായ ബോൾസ് അവിടെയുണ്ട്. ಕಬ್ಬಿಣದ ಅಗುಳಿಗಳು ಯಾರ ಮುಂದೆ ಇದೆ? വഴികളിലെ കോണലുകളുണ്ട്. ಮಾರ್ಗಗಳು ಡೊಂಕಾಗಿ ಯಾರ ಮುಂದೆ ಇದೆ? ഇന്ന് രാത്രി അധികാരപൂർവം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ಯೆಹೋವನು ಕೊಟ್ಟ ಅಧಿಕಾರದಲ್ಲಿ ನಾನು ಇವತ್ತು ರಾತ್ರಿ ನಿಮ್ಮೊಂದಿಗೆ ಹೇಳುತ್ತಾ ಇದ್ದೇನೆ, God is opening a door for you. ದೇವರು ನಿಮಗೆ ಬಾಗಿಲ ತೆರೆಯುತ್ತಾ ಇದ್ದಾರೆ. He is going to break open the door. ಆತನು ನಿಮಗಾಗಿ ತೆರೆಯುವುದಕ್ಕಾಗಿ ಬಂದಿದ್ದಾನೆ. ഞായറാഴ്ച പകൽ സംയുക്ത ആരാധനയോടെ കൺവെൻഷൻ സമാപിച്ചു. മലബാർ വളാഞ്ചേരി IPC ചർച്ചിൽ സഭായോഗം നടക്കുമ്പോൾ ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ ഇരച്ചുകയറി സഭാ പാസ്റ്ററെയും വിശ്വാസികളെയും മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. ഈ കാരണത്താൽ 13-ാം തീയതി ഞായറാഴ്ച പോലീസ് കാവലിലാണ് ആരാധന നടന്നത്. IPC കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പാസ്റ്റർ രാജു പൂക്കാല, ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ ഷിബു നടുവേൽ, പാസ്റ്റർ സുനിൽ വേട്ടമല എന്നിവർ സ്ഥലം സഭ സന്ദർശിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. ഉത്തരേന്ത്യയിലെ വലിയ ആത്മീയ സംഗമങ്ങളിലൊന്നായ ഇറ്റാർസി കൺവെൻഷന് ഒക്ടോബർ 20-ന് തുടക്കം കുറിച്ചു. ദി പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗാഡ് 69ാമത് വാർഷിക കൺവെൻഷനും 49ാമത് ഫെലോഷിപ്പ് കോൺഫറൻസുമാണ് ഒക്ടോബർ 26-ാം തീയതി വരെ മാൽവിയഗഞ്ച് സെൻട്രൽ ഇന്ത്യ ക്രോസ് ഗ്രൗണ്ടിൽ നടന്നത്. ചെയർമാൻ ഡോക്ടർ മാത്യു തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 24 രാവിലെ സെൻട്രൽ ഇന്ത്യ തിയോളജിക്കൽ സെമിനാരിയുടെ ബിരുദദാനം നടന്നു. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി ക്രൈസ്തവ സംഗമമായ പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് ഓഫ് നോർത്ത് അമേരിക്കൻ കേരളൈറ്റ്സ് 33ാമത് സമ്മേളനത്തോടനുബന്ധിച്ച് ലോക സമാധാനത്തിനായുള്ള പ്രത്യേക ഓൺലൈൻ പ്രാർത്ഥനാ സംരംഭത്തിന് തുടക്കം കുറിച്ചു. എല്ലാ വ്യാഴാഴ്ചയും 9 മണി മുതൽ ഈസ്റ്റേൺ സമയം ആഗോള ക്രിസ്തീയ സമൂഹത്തിനും ഇറാഖ്, സിറിയ തുടങ്ങിയ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെ സമാധാനത്തിനായും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജൂലൈ 2 മുതൽ 5 വരെ കറോലിനയിൽ നടക്കുന്ന കോൺഫറൻസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് സംഘാടകർ ഒരുക്കുന്നത്. ഓൺലൈൻ പ്രാർത്ഥനാ സംരംഭത്തിന് പുറമെ അമേരിക്കയിലും കാനഡയിലുമുള്ള വിവിധ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചും പ്രാർത്ഥനാ കൂടികൾക്ക് പദ്ധതികൾ തയ്യാറായി വരുന്നതായി
ഭാരവാഹികൾ അറിയിച്ചു. റവറൻഡ് ബിനു ജോൺ നാഷണൽ കൺവീനർ, ടോം വർഗീസ് നാഷണൽ സെക്രട്ടറി, റെജി എബ്രഹാം നാഷണൽ ട്രഷറർ, ബിജോ തോമസ് നാഷണൽ യൂത്ത് കോർഡിനേറ്റർ, നെബു സ്റ്റീഫൻ ജനറൽ കോർഡിനേറ്റർ എന്നിവർ നേതൃത്വം നൽകും. അമേരിക്കയിലെ മലയാളി ചർച്ച് ഓഫ് ഗോഡ് സഭകളുടെ 20ാമത് ദേശീയ സമ്മേളനം 2015 ജൂലൈ മാസത്തിൽ ന്യൂയോർക്കിൽ നടക്കും. ഇതാ ഞാൻ വേഗം വരുന്നു എന്നതാണ് കോൺഫറൻസ് തീം. നാഷണൽ കമ്മിറ്റിയുടെയും ലോക്കൽ കമ്മിറ്റിയുടെ സംയുക്ത യോഗം റവറൻഡ് മോനി മാത്യുവിന്റെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 13 ഹിൽട്ടൺ ഹോട്ടൽ നാഷണൽ കമ്മിറ്റി കൂടുകയുണ്ടായി. Introduce the new theme for NACO 2020 NACO the president ആയിരിക്കുന്നത് കർത്താവദാസൻ പാസ്റ്റർ മോനി മാത്യു. Will you please come on stage? Let's give welcome. Let's give a warm welcome to Pastor. 2016 led 20th to 15 led 2015 led 20th NACO president. Okay, his team vice president ഇവിടെ വന്ന ഫ്രണ്ട് വന്ന് നിൽക്കണം. ഈ ടീമുകളെല്ലാം IPC കേരള സ്റ്റേറ്റ് ഇവാഞ്ചലിസം ബോർഡ് സുവിശേഷ യാത്ര കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി ഒക്ടോബർ 2 കുമ്പനാട് എത്തിച്ചേർന്നു. ഇവാഞ്ചലിസ്റ്റ് ഷിബിൻ സാമുവൽ സുവിശേഷ യാത്രയ്ക്ക് നേതൃത്വം നൽകി. 52 പരസ്യയോഗങ്ങൾക്കും വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുള്ള ലഹരി വിരുദ്ധ സന്ദേശയാത്രകൾക്കും 10 മിനി കൺവെൻഷനുകൾക്കും ടീം നേതൃത്വം നൽകി. ഇന്ത്യ പെന്തക്കോസ്ത് സഭ നവതി പദ്ധതികളോടനുബന്ധിച്ചുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട വിതരണം ഉദ്ഘാടനം സഭാ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി പാസ്റ്റർ KC ജോൺ അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർ ബേബി വർഗീസ്, പാസ്റ്റർ സാം ജോർജ്, നവതി കമ്മിറ്റി സെക്രട്ടറി സുധി എബ്രഹാം, ട്രഷറർ PV കുട്ടപ്പൻ, പാസ്റ്റർ KC തോമസ്, പാസ്റ്റർ രാജു പൂക്കാല, പാസ്റ്റർ ഷിബു നെടുവേലി, പാസ്റ്റർ KK ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഉത്തര ഭാരതത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സംഗമമായ 34ാമത് നവാപൂർ കൺവെൻഷൻ ഒക്ടോബർ 28 മുതൽ നവംബർ 2 വരെ മഹാരാഷ്ട്രയിലെ നവാപൂരിന് സമീപമുള്ള കരഞ്ചിക്കുരുത് ഫിലദൽഫിയ സ്റ്റേഡിയത്തിൽ നടക്കും. ഒക്ടോബർ 28 ഫിലദൽഫിയ ഫെലോഷിപ്പ് ജനറൽ ഓവർസിയർ റവറൻഡ് ജോയി പുന്നൂസ് ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർ ബാബു ചുഴിയാൻ, പാസ്റ്റർ ഫ്രെഡി തോമസ്, ഡോക്ടർ ഇടിച്ചുറിയ നൈനാൻ എന്നിവർ മുഖ്യ പ്രഭാഷകരായിരിക്കും. ഡാലസിലുള്ള മലയാളി പെന്തക്കോസ്ത് സഭകളുടെ ഐക്യവേദിയായ പെന്തക്കോസ്റ്റൽ യൂത്ത് കോൺഫറൻസ് ഓഫ് ഡാലസിന്റെ 32ാമത് കോൺഫറൻസ് ഒക്ടോബർ 3, 4, 5 തീയതികളിൽ അനുഗ്രഹീതമായി നടന്നു. പാസ്റ്റർ സാക് ചുറിയാൻ മുഖ്യപ്രഭാഷകനായിരുന്നു. ഒക്ടോബർ 3 തീയതി ആരംഭിച്ച സമ്മേളനം 5 തീയതി സംയുക്ത ആരാധനയോടെ പര്യവസാനിച്ചു. Sadly, often that is the picture of us who call ourselves blood-washed believers in Jesus Christ.
Because we try to do what we see the apostles do, except we cannot answer one question. Who are you? Now here is the problem. There was a crisis because the prayer was prayed in the name of Jesus. And we were told that if you pray in the name of Jesus, the devil will run away. Except they prayed in the name of Jesus and absolutely nothing happened. So now the question comes, my goodness, does the name of Jesus not work? Beloved, the name of Jesus works perfectly fine. But the authority that comes to me from the name of Jesus comes from one question: who am I in Christ? The authority that I walk in the name of Jesus. The name of Jesus is not a magic charm. The name of Jesus is not just a magical word that if you just say Jesus, 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 everything is going to be fine. The authority that comes from that name of Jesus. ഹ്യൂസ്റ്റണിലുള്ള മലയാളി പെന്തക്കോസ്ത് സഭകളുടെ ഐക്യവേദിയായ ഹ്യൂസ്റ്റൺ പെന്തക്കോസ്ത് യൂത്ത് ഫെലോഷിപ്പിന്റെ വാർഷിക സമ്മേളനം ഒക്ടോബർ 24-25 തീയതികളിൽ അനുഗ്രഹീതമായി നടന്നു. കർത്തദാസന്മാരായ ക്ലെയ്റ്റൺ ജെനിങ്സ്, ഗ്ലെൻ ബഡാൻസ്കി, സാം ജോർജ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. 25 തീയതി നടന്ന സംയുക്ത ആരാധനയോടെ സമ്മേളനം അവസാനിച്ചു. I was so lost and alone, listening to a world that said, do it on your own. Jesus was an afterthought. This world was my home, bumping martial matters in my car, like, yeah, I'm growing. Forget putting God first, because I was the Lord of my own throne. And searching for satisfaction is all that I've known. Because before I became a man, I was just another middle class car. The beautiful thing about the way the word of the Lord works, it comes from the Lord. Amen. It didn't come from Prophet Babu in Kerala. It didn't come from Larry in Kansas City. It came from God. Amen. And so we want to recognize that, the value of the Word of God here tonight. Can you say amen? And I really believe there are miracles right now awaiting vessels that are ready to receive them here tonight. And as I was praying about this message, the phrase from the Lord came to me. About miracles this weekend, whether it's here at ICP Hebron or if it's over there on Fuqua Street, God's miracles are awaiting the vessels. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. IPCയിൽ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഭരണഘടനാ ഭേദഗതി ജനറൽ കൗൺസിൽ നവംബർ 11. ഇറാനിൽ ക്രൈസ്തവർ വർദ്ധിക്കുന്നു. 6 മാസം കൊണ്ട് ഇന്ത്യയിൽ 308 വർഗീയ സംഘർഷങ്ങൾ. കർണാടക മലയാളം റീജിയൻ കൺവെൻഷൻ സമാപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.